ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നത് കുട്ടികളുടെ കഥാകാരി അഷിത എഴുതിയ രാമായണം കുട്ടികൾക്ക് എന്ന പുസ്തകമാണ്. ലോക സാഹിത്യത്തിലേക്ക് ഭാരതത്തിന്റെ സംഭാവനകളായ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. പുരാതന ഭാരതത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളിൽ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ആദി കാവ്യം എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് രചിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കൃതിയെപ്പറ്റി പല കഥകളും പ്രചാരത്തിലുണ്ട്. വാൽമീകി രാമായണത്തിന് മുന്നേ തന്നെ രാമകഥ ഉണ്ടായിരുന്നെന്നും കാവ്യരൂപത്തിലേക്ക് ക്രോഡീകരിച്ചത് വാൽമീകിയാണെന്നുമാണ് പറയപ്പെടുന്നത്. കഥ എന്തായാലും ഭാരതീയ സംസ്കാരത്തെയും സാഹിത്യത്തെയും ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകി രാമായണത്തെയും അതിലെ കഥാപാത്രങ്ങളെയും ആസ്പദമാക്കി പല ഭാഷയിലും പല കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാചീന മലയാളത്തിലെ ആദ്യ കൃതി ശ്രീരാമകവിയുടെ രാമചരിതത്തിൽ തുടങ്ങി ആധുനിക മലയാളം ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടും കടന്ന് പുതുതലമുറ എഴുത്തുകാർ വരെ വാൽമീകി രാമായണത്തിന്റെ സ്വാധീനം കാണാം. 7 കാണ്ഡങ്ങളിലായി അനേകം ശ്ലോകങ്ങളിൽ രചിക്കപ്പെട്ട രാമായണം കുട്ടികൾക്ക് എന്ന പേരിൽ പുനരാഖ്യാനം ചെയ്തിരിക്കുകയാണ് കുട്ടികളുടെ കഥാകാരിയായ അഷിത. 84 അധ്യായങ്ങളിലായി രാമായണത്തെ ലളിതമായും ആകർഷകമായും അവതരിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജീവസുറ്റവരകളും. രാമായണം എന്ന ഇതിഹാസത്തെ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ കൂട്ടുകാർക്കും ഇത് തീർച്ചയായും വായിക്കാം. രാമായണവും മഹാഭാരതവും ഒഴിച്ച് മറ്റെല്ലാ കഥകളും കാർട്ടൂണുകളും കാണാപ്പാഠം അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ പറന്നു നടക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാമായണം കുട്ടികൾക്ക് അഷിത.